ഈ ബാക്ക്ഗ്രൗണ്ട് കളർ, ഈ മൈക്രോസ്കോപ്പിൻ്റെ പേര് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്നാണ് അല്ലേ. മൈക്രോസ്കോപ്പ് പല കാറ്റഗറിയിലുണ്ട്. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഉണ്ട്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഉണ്ട്, പോളറൈസിങ് മൈക്രോസ്കോപ്പ് ഉണ്ട്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഉണ്ട്, ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് ഉണ്ട്. അങ്ങനെ പല പല കാറ്റഗറി ഉണ്ട്. ഈ ടോപ്പിക്സ് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയാൽ ഒരു ഇതെല്ലാണ്ടെന്ന് പറയുള്ളൂ. ഞാനിപ്പോൾ ഒരു 17 വർഷമായി ബിസിനസ് വന്നിട്ട് 17 വർഷം കൊണ്ടിപ്പോൾ ഞാൻ ഇത്രയും നാൾ പഠിച്ചത് യേശുദാസ് പറയുന്ന പോലെ ഒരു തുള്ളി വെള്ളം, ഒരു ഇന്ത്യ മഹാസമുദ്രത്തിൻ്റെ ഒരു തുള്ളി വെള്ളം എടുക്കുക, അത്രയും ഞാൻ പഠിച്ചിട്ടുണ്ട് ഇത്രയും വർഷം കൊണ്ട്. ഒരു മനുഷ്യജന്മം പറ്റില്ല പഠിച്ചില്ല, അത് മാത്രം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത്ര വൈഡറാണ് ഇരിക്കുന്നത്. സോ ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ നമ്മൾ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് വൈറ്റാണ് അല്ലേ. വൈറ്റ്, ഇതുപോലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കളേർഡ് ആയിട്ടുള്ള സ്പെസിഫിനെ കാണുന്ന ടെക്നിക്കാണ് ബ്രൈറ്റ് ഫീൽഡ് അല്ലേ. മറിച്ച് നമ്മൾ വയ്ക്കുന്ന സ്പെസിഫിൻ സ്റ്റെയിൻഡ് സ്പെസിമെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് യെല്ലോ കളർ